നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അസദുദ്ദീൻ ഒവൈസി നടത്തിയ സത്യപ്രതിജ്ഞ അത് നിയമാനുസരണം ഉള്ളതായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 84 അനുസരിച്ച് 2 വ്യവസ്ഥകൾ പാലിക്കണം ഒരാൾക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗമാകാൻ. ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വം ഉള്ള ആളായിരിക്കണം. രണ്ടാമത്, ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥൻ്റെ മുൻപാകെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 3B അനുസരിച്ച് ഉള്ള ഒരു സത്യവാചകം ചൊല്ലണം. ഇത് രണ്ടുമാണ്. അതിലെ ആ സത്യവാചകം എന്താണ് എന്ന് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ, അതിനുശേഷം പേര്. ഹാവിംഗ് ബീൻ ഇലക്റ്റഡ് ഓർ നോമിനേറ്റഡ് എ മെമ്പർ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, ഡു സ്വയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സോളംലി അഫേം that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഇതാണ്. അപ്പോൾ ഇവിടെ ഈ സത്യപ്രതിജ്ഞ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നുള്ള അത് ഉപയോഗിക്കാം. പക്ഷേ അസദുദ്ദീൻ ഒവൈസി ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് എന്നാണ് പറഞ്ഞത്. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം, അമ്മാ ബാദ്, ഫഔസു बिल्लाहि मिनश शैतानिर रजीम, बिस्मिल्लाहिर रहमानिर रहीम। मैं असदुद्दीन ओवैसी, जिसे लोकसभा का रुकन मंतखब किया गया है, अल्लाह के नाम से हल्फ उठाता हूँ कि मैं भारत की आइन पर जो क़ानून के मुजब तय पाया है एतक़ाद रखूँगा, उसका वफ़ादार रहूँगा। मैं भारत के इक़्तिदार आला और सालिमियत को बरक़रार रखूँगा और जिस ओहदे को मैं संभालने वाला हूँ इसके फ़राइज़ और वफ़ादारी से अंजाम दूँगा। जय भीम, जय मीम, जय तेलंगाना, जय फ़लस्तीन, तकबीर, अल्लाहु अकबर। ഭരണഘടനയിൽ അള്ളാഹ് എന്ന വാക്ക് ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കുന്നതായി കാണുന്നില്ല. പിന്നീട് അള്ളാഹ് എന്നുള്ളത് മുസ്ലിങ്ങളുടെ ദൈവം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർ ആരാധിക്കുന്ന ഒരു ഈശ്വരനാണ് അള്ളാഹ്. പക്ഷേ ഭാരതത്തെ പോലെ മതേതരത്വം അതിൻ്റെ ഭരണഘടനയിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒന്നെന്ന് സങ്കല്പിച്ച് കാത്തു പോറ്റുന്ന ഒരു രാഷ്ട്രത്തിൽ അള്ളാഹയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നതിൽ അസാംഗത്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, അള്ളാഹ് ആഹ്വാനം ചെയ്യുന്നത് തൻ്റെ വിശ്വാസികളോട് ആരാധന മുഴുവൻ അള്ളയ്ക്ക് വേണ്ടി മാത്രമാകുന്നതുവരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഹ്വാനത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. മറ്റ് വിശ്വാസം വെച്ച് പുലർത്തുന്നവരെ, മറ്റേതെങ്കിലും ദൈവത്തെ ദൈവമായി ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നവരെ അവരെ ഉന്മൂലനാശം ചെയ്യാനുള്ളൊരാഹ്വാനമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകുന്നവർ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു മതേതര രാഷ്ട്രത്തിന് പറ്റിയ ഒരു ആഹ്വാനം അല്ല. രണ്ടാമത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് നിർദ്ദേശിക്കുന്നത് ദറുൽ ഇസ്ലാം, ദറുൽ ഹർബ് എന്ന 2 രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ഭവനങ്ങളെ സംബന്ധിച്ചാണ്. ദറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ മുഴുവനും, ജീവിത രീതി മുഴുവനും ഇസ്ലാമികമായിരിക്കണം. ദറുൽ ഹർബ് എന്ന് പറയുന്നത് യുദ്ധം ചെയ്യേണ്ട രാഷ്ട്രം എന്നുള്ളതാണ്. എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ കൂടി ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നുള്ളത് ആഹ്വാനം. മറ്റൊന്ന്, ഈ ജൂതന്മാരെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്.
അവസാനത്തെ ജൂതനെയും കൊന്നുകളഞ്ഞെങ്കിൽ മാത്രമേ ഈ അന്തിമ വിധി ദിനം വന്നു ചേരൂ എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഈ തരത്തിൽ മതേതര വിരുദ്ധമായിട്ടുള്ള അന്യമതങ്ങളെ വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ആ മതത്തിലുള്ള വിശ്വാസികളെ ഉന്മൂലനാശം ചെയ്യണമെന്ന് ആഹ്വാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അള്ളാഹയിൽ കാണാൻ സാധിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിശ്വസിക്കാം, ആചരിക്കാം, പ്രാവർത്തികമാക്കാം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവർക്ക് സൃഷ്ടിക്കാം, ശരിയ നിയമമനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഭാരതം അങ്ങനെയുള്ളൊരു രാഷ്ട്രമല്ല. ഇതൊരു മതേതര രാഷ്ട്രമാണ്. ഒരു മതേതര രാഷ്ട്രത്തിൽ ഈ തരത്തിലുള്ള ആശയങ്ങൾ അത് വെറും അനുസരിക്കാമെന്ന് മാത്രമല്ല, അത് പരിപൂർണമായും അനുസരിക്കണം എന്ന് ആജ്ഞാപിക്കുന്ന ഒരു ദൈവത്തെ, അദ്ദേഹത്തിൻ്റെ പേരിൽ, ആ ദൈവത്തിൻ്റെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന സത്യപ്രതിജ്ഞയല്ല. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു സത്യപ്രതിജ്ഞയാണ്. അതുകൊണ്ട് ഈ OICയുടെ ഈ പാർലമെൻറ്റ് അംഗത്വം റദ്ദ് ചെയ്യേണ്ടതായിട്ട് ഉള്ള ഒന്നാണ്. മറ്റൊന്ന്, അദ്ദേഹം മറ്റൊരു മുദ്രാവാക്യം കൂടി മുഴക്കി. ഇവരുടെ ഈ എങ്ങനെയാണ് അള്ളാഹിൻ്റെ വചനങ്ങളെ അവർ അനുസരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കാണാൻ സാധിക്കുന്നു. പലതിനും ജയ് വിളിച്ചെങ്കിലും ജയ് പാലസ്തീൻ എന്നുകൂടി വിളിച്ചു. ജയ് ഫലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ. നമുക്കറിയാം, ഇസ്രയേലിലേക്ക് ഒക്ടോബർ 7-ാം തീയതി അങ്ങോട്ട് കയറി ആക്രമിക്കുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്തു. തിരിച്ചടി വളരെ രൂക്ഷവും ഒരുപക്ഷെ അതിന് കടന്നതുമാകാം. എന്നിരുന്നാലും അങ്ങോട്ട് ആക്രമിച്ച് തിരിച്ചാക്രമിക്കപ്പെട്ട അവർക്ക് വേണ്ടി ഇവിടെ ഇരുന്നു കൊണ്ട് ഈ OIC എന്തിന് അവർക്ക് വേണ്ടി ജയ് വിളിക്കണം? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം ഇതല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമുള്ളവർ ആണ് അവിടെ കൂടുതൽ യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് അവർ തന്നെ ഉത്തരവാദികളാണെന്നിരിക്കെ ഇദ്ദേഹം അവർക്ക് വേണ്ടി ജയ് വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ജയ് വിളിക്കുന്നത് എന്തിന്? അവിടെയാണ് പലസ്തീൻ അതിൻ്റെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആക്രമിച്ചത് ജൂതരെയാണ്. അപ്പം അള്ളാഹയുടെ വചനങ്ങൾ അപ്പാടെ അനുസരിക്കാൻ ശ്രമിച്ച ഹമാസ് ആ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. 1500ഓളം ആൾക്കാർ അവിടെ മരിച്ചു. അവർ തിരിച്ച് അതിരൂക്ഷമായി ആക്രമിക്കുന്നു. അപ്പോൾ അള്ളാഹയുടെ ആ ജൂത നിഗ്രഹ നിർദ്ദേശം പാലിച്ച ആ ഹമാസിനെയും, അത് ഹമാസ് ഉൾപ്പെടുന്ന പാലസ്തീനും കഷ്ടപ്പാട് വന്നപ്പോൾ ഈ OICക്ക് വളരെ വേദനയുണ്ടാകുന്നു. അദ്ദേഹം പാലസ്തീന് കീജയ് വിളിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതൊരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും വളരാനും വികസിക്കാനും നിലനിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതങ്ങളെയും സത്യമതങ്ങളായിട്ട് കാണുന്ന ഒന്നാണ് നമ്മുടെ ഈ ഭാരതത്തിൻ്റേതായിട്ടുള്ള ദൈവസങ്കല്പം. ഏകം സത് വിപ്രാ ബഹുധാ വദന്തു എന്നുള്ളതാണ്. സത്യം, ഈശ്വരൻ ഒന്നാണ്. അതിന് പലരും പല രീതികൾ വിളിക്കുന്നു. പക്ഷേ ഇവിടെ അള്ളാഹ് എന്ന് വിളിക്കുന്നവർ, അള്ളാഹയുടെ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ മറ്റൊരു രീതിയിൽ ഉള്ളതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ സത്യവാചകം ചൊല്ലൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹത്തിന് MP ആയി തുടരാനുള്ള അനുവാദവും അവകാശവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.